വെള്ളാപ്പള്ളി എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ അദ്ദേഹം, പന്നൻ. ഒരു കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവല്ലേ വി ഡി സതീശൻ? കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്നൊരു മനുഷ്യൻ. അങ്ങേരെക്കുറിച്ച് ഇത്രയും അധിക്ഷേപ സ്വഭാവത്തിലുള്ള ഒരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താ അതിനോട് പ്രതികരിക്കാതെ? വി ഡി സതീശൻ ഒറ്റക്ക് കൊണ്ടുപോകേണ്ട ഫൈറ്റാണോ? കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ അധ്യക്ഷനെതിരെ, സാമാന്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഇതിങ്ങനെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഈ നിലക്കുള്ള അധിക്ഷേപ വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഇതൊരു പാർട്ടിയുടെ, അതിനെതിരെ മുസ്ലിം സംഘടന പ്രതികരിക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഇത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രതികരിച്ചിട്ട് ആരും അതൊരു പ്രശ്നമാവുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ എല്ലാവരും അതിനോട് പ്രതികരിക്കണം. കോൺഗ്രസ് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അതിനോട് പ്രതികരിക്കേണ്ടതാണ്. ഇങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ടത്. ഒരു മതസമുദായ നേതാവ് വന്നിട്ട് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് ഭരണഘടനാ പദവിയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച്, അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കരുത് എന്ന് വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. അവർ ചെയ്തില്ലെന്നല്ല, കോൺഗ്രസിൻ്റെ ആളുകൾ പോലും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അത് ചെയ്യുന്നില്ല. വി ഡി സതീശൻ ഒറ്റക്ക ഫൈറ്റ് കൊണ്ടുപോക്കെട്ടെന്നാണോ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കുന്നത്? അതെന്തൊരു രാഷ്ട്രീയമായ ഭീരുത്വം അല്ലേ അത്?